നമ്മളൊക്കെ ഞാൻ 1985 എറണാകുളത്ത് പഠിക്കാൻ പോയവനാണ്. അന്ന് 10 വയസ്സിൽ പഠിക്കാൻ പോയി. ഈ പരിശുദ്ധമായ ഖുർആനുമായുള്ള ബന്ധം അന്ന് എന്താന്ന് പോലും അറിയില്ല. ഹാഫിളായിട്ട് ഒരു ചായ വാങ്ങിത്തരാൻ ഒരാളില്ല, ഒരു സോപ്പ് വാങ്ങിത്തരാൻ ഒരാളില്ല, ഒരു കമീസ് വാങ്ങിത്തരാൻ ആളില്ല. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലാണ് ഞങ്ങളൊക്കെ ഹാഫിളാകുന്നത്. പക്ഷേ നമ്മൾ ഈ അടുത്ത സമയത്ത് ഒരു സദസ്സിൽ ഞാനും PH അബ്ദുൽ ഗഫാർ മൗലവിയും ഒരുമിച്ച് കൂടിയിരുന്ന് ഖുർആനിന്റെ സദസ്സിൽ ഇരിക്കുമ്പോൾ ഹാഫിളുകൾ ഇങ്ങനെ ആദരവ് സ്വർണവും വെള്ളിയും ഡ്രസ്സും ഒക്കെ കൊടുത്ത് ആദരിക്കുന്നു. അദ്ദേഹം പറഞ്ഞു, കേരളത്തിൽ ആദ്യമായിട്ട് മലയാളികൾ ഹാഫിളായത് ഞാനാണ്, ഒരു ഗ്ലാസ് ചായ വാങ്ങിത്തരാൻ ഒരാളുണ്ടായിരുന്നില്ല. അപ്പോൾ വളരെ വിഷമത്തോടെ അവർ പറഞ്ഞപ്പോ ആലോചിച്ചു പോണം, ആ ഒരു കാലം ഈ ഒരു കാലം എത്ര വ്യത്യാസമുണ്ട്. അന്ന് ആ കാലഘട്ടത്തില് ദാരിദ്ര്യവും ബുദ്ധിമുട്ടും ഇതിന്റെ മഹത്വങ്ങളൊന്നും അറിയില്ലായിരിക്കും. പക്ഷെ ഇപ്പൊ അങ്ങനല്ല. എല്ലാവർക്കും ഈ ഖുർആൻ പഠിച്ചാലുണ്ടാകുന്ന ഗുണം എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ആ ഹാഫിളായുള്ള ഗുണമെന്ന് നമുക്ക് മനസ്സിലാവും. മഹാന്മാരായ പണ്ഡിതന്മാരുടെ ചരിത്രങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ ഇമാമുന ഷാഫി റഹ്മത്തുള്ള 10 വയസ്സിൽ ഹാഫിളായി. ഇമാം ഗസാലി റഹ്മത്തുള്ള സ്വന്തം ഉമ്മാന്റെ മടിത്തട്ടിൽ കിടന്ന് 8 വയസ്സിൽ ഹാഫിളായി. നമ്മുടെ ഉമ്മാടെ മടിത്തട്ടിൽ കിടന്നിട്ട് ഇന്ന് യൂട്യൂബ് ചാനലും റീൽസും കണ്ടിട്ട് ഇന്ന് കോമഡികളും കണ്ട് കാർട്ടൂണും കണ്ട് മക്കളെ ഇന്ന് ഭക്ഷണം കൊടുത്ത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ മക്കൾക്ക് ഇന്ന് ഭക്ഷണം കഴിക്കണമെങ്കിൽ ഉമ്മ ഇത് കാണിച്ചു കൊടുക്കണം. ഇമാം ഗസാലി തങ്ങളുടെ ഉമ്മ തന്റെ മക്കൾക്ക് ഖുർആന പരിചയപ്പെടുത്തി കൊടുത്തത് 8 വയസ്സാകുമ്പോ മോൻ ഹാഫിളായി. ഇബ്നു ഹിബ്ബാൻ റഹ്മത്തുള്ളാ 5 വയസ്സിലെ ഹാഫിളായി. ഇബ്നു ഹജർ റഹ്മത്തുള്ളാ 5 വയസ്സിലെ ഹാഫിളായി. 11 വയസ്സിലെ പരിശുദ്ധമായ മക്കയില് ഇമാമത്ത് നിന്നു. ബഹുമാനപ്പെട്ട അബൂ ഹനീഫ റഹ്മത്തുള്ളാഹിയുടെ അടുക്കല് മുഹമ്മദ് റഹ്മത്തുള്ളാ എന്ന് പറഞ്ഞ ശിഷ്യൻ, അന്ന് കൊച്ചുകുട്ടി 7 വയസ്സായ കുട്ടി അബൂ ഹനീഫ അമ്മയുടെ അടുക്കൽ വന്നപ്പം ചോദിച്ചു, അബൂ ഹനീഫ അമ്മ നീ ഹാഫിളാണോ? ഇല്ല, ഓ എന്റെ അടുക്കൽ ഇരിക്കണ്ട. ബഹുമാനപ്പെട്ട മഹാന്മാരുടെ അരികിൽ ഇരിക്കാൻ ആഗ്രഹത്തോടുകൂടി ആ കുട്ടി ഓടി വന്നു. അബൂ ഹനീഫ പറഞ്ഞു, ഹാഫിളീങ്ങൾ ഇരുന്നാ മതി എന്റെ അടുക്കല്. അദ്ദേഹം ഓടിപ്പോയി. ഒരേ ഒരാഴ്ച കൊണ്ട് പരിശുദ്ധ ഖുർആൻ മുഴുവനും കാണാതെ പഠിച്ച് അബൂ ഹനീഫ ഇമാമിന്റെ അരികിലേക്ക് വന്നിട്ട് അത് ഓതി കൊടുത്തിട്ട് അബൂ ഹനീഫ ഇമാമിന്റെ ശിഷ്യത്വം സ്വീകരിച്ച് മുഹമ്മദ് റഹ്മത്തുള്ളാഹി മാറിയെങ്കിൽ ഇന്ന് ഹനഫി മദ്ഹബിന്റെ പ്രഗത്ഭനായ ഒരു പണ്ഡിതനായി മാറണമെങ്കിൽ ആ ഒരു വാശിയും വീറുമാണ് നമ്മുടെ മക്കൾക്ക് ഇന്ന് വേണ്ടത്. ഇത് നമ്മുടെ കുട്ടികൾക്ക് ബുദ്ധിയില്ലാത്തത് കൊണ്ടല്ല. കൊച്ചു കുട്ടികൾ എത്ര പാട്ടുകൾ കാണാതറിയാം, എത്ര ഡാൻസുകൾ കാണാതറിയാം, എങ്ങനെ താളം ചവിട്ടുന്നു, കുച്ചിപ്പിടിയിലൊക്കെ നിൽക്കുന്ന രംഗം ഒന്ന് കണ്ടു കഴിഞ്ഞാൽ 5 വയസ്സ് 8 വയസ്സ് 6 വയസ്സ് ആരാ പഠിപ്പിക്കുന്നത്? ഈ ഉമ്മയുപ്പയല്ലേ പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഈ ഉമ്മയുപ്പയും നാളെ മരിച്ച് കബറി കിടക്കുമ്പോ ഈ കുട്ടി വന്നിട്ട് ഈ വാപ്പാന്റെ ഉമ്മാന്റെ കബറെടുക്കൽ നിന്ന് ഡാൻസ് ആടാൻ അറിയുള്ളൂ, മറിച്ചൊരു ഖുർആൻ ഓതി ഒന്ന് ദുആ ചെയ്യാൻ, അല്ലാഹു എന്റെ വാപ്പ എന്റെ ഉമ്മ ഈ കബറി കിടക്കുകയാണ്, നീ പുറത്തു കൊടുക്കണം, റഹ്മത്ത് ചെയ്യണം എന്ന് ദുആ ചെയ്യാൻ പഠിപ്പിക്കാത്തത് ആര്? ഈ വാപ്പ ഈ ഉമ്മ. ഈ വാപ്പയും ഈ ഉമ്മയുമാണ്. നാളെ ഈ മക്കൾ അല്ലാഹുവിന്റെ കോടതിയിൽ പോയിട്ട് പറയും, റബ്ബന ഇന്നാ തഅനാ സാദതന വകുബറഅന ഫഅളല്ലൂന സബീല. അല്ലാഹുവേ, ഞങ്ങളെ പിഴപ്പിച്ചത് ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെ രക്ഷകർത്താക്കൾ, ഞങ്ങളുടെ കാരണവർമാർ, ഞങ്ങൾ അവരെ പിൻപറ്റി ഫഅളല്ലൂന സബീല. അവർ ഞങ്ങൾക്ക് ഖുർആൻ പഠിപ്പിച്ചു തരാതെ, അവർ ഞങ്ങളെ ദീനിന്റെ വഴികളിലേക്ക് വിടാതെ, അവർ ഞങ്ങളെ പാട്ട് പഠിപ്പിക്കാനും ഡിജെയ്ക്കും ഡാൻസിനും വേണ്ടി പറഞ്ഞു വിട്ടവരാണ്. അല്ലാഹുവേ, അതുകൊണ്ട് റബ്ബന ആതിഹിം ലഅഫൈനി മിനൽ അദാബ്, ഞങ്ങൾക്ക് തരുന്ന ശിക്ഷയുടെ ഡബിൾ ഇരട്ടി ശിക്ഷ അവർക്ക് കൊടുക്ക്. അല്ലാഹുവേ, വൽ അൻഹും ലഅനൻ കബീറ, ശക്തമായി നീ അവരെ ശപിക്കണേ അല്ലാഹ്. സ്വന്തം മക്കള് ബാപ്പയെയും ഉമ്മയെയും നോക്കി നിന്ന് നാളെ പറയുന്ന രംഗം മറ്റൊരായത്തിൽ അല്ലാഹ് പറയുന്നു, റബ്ബന അരിനല്ലദൈനി അളല്ലാന മിനൽ ജിന്നി വൽ ഇൻസ് നജ്അൽഹുമാ തഹത അഖ്ദാമിന. ഞങ്ങളെ പിഴപ്പിച്ച ഞങ്ങളുടെ തന്തയെ തള്ളയെ വലിച്ചൊന്ന് മലത്തിക്കിടത്തല്ല, അവരുടെ നെഞ്ചിലേക്ക് ഞങ്ങളൊന്ന് കയറി നിൽക്കട്ടെ. ഈ പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കാതെ ഭൗതികമായ പഠനത്തിന് മുൻതൂക്കം നൽകി അതിനുവേണ്ടി പണം ചെലവ് ചെയ്ത് ആയുസ്സും ഓജസ്സും തേജസ്സും ഊർജവും ചെലവ് ചെയ്ത് ഞങ്ങളെ ആ ഒരു ഭൗതിക തലങ്ങളിലേക്ക് പറഞ്ഞു വിട്ട ഞങ്ങളുടെ മാതാപിതാക്കളെ ഈ മഹ്ശറയിലൊന്ന് മലർത്തിക്കിടത്ത് അതിന്റെ മുകളിൽ കയറി നിന്ന് ഞങ്ങളൊന്ന് ചവിട്ടട്ടെ. നാളെ മക്കള് മാതാപിതാക്കൾക്കെതിരെ സാക്ഷി പറയും. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ ഒരു കാലഘട്ടം വരും, അന്ന് ഖുർആനോടൊന്നും ആളുകൾക്ക് ഇഷ്ടം ഉണ്ടാവില്ല. അന്ന് വേടന്റെ പാട്ടിനോടായിരിക്കും ഇഷ്ടം, അന്ന് ഡാൻസിനോടായിരിക്കും ഇഷ്ടം, അന്ന് എംബാപ്പയെ പൊക്കിക്കൊണ്ട് നടക്കും, മെസ്സിയെ പൊക്കിക്കൊണ്ട് നടക്കും. അങ്ങനത്തെ ഒരു കാലം ലാ തദ്ഹബിൽ അയ്യാമു വൽ ലയാലി ഹത്താ യഖ്ലുഖൽ ഖുർആൻ ഫീ സുദൂരി അഖ്വാമി മിൻ ഹാദിഹിൽ ഉമ്മ കമാ തഖ്ലുഖു സിയാബ് വയകൂനു മാ സിവാഹു അജബ ലഹും. ഒരു കാലഘട്ടം വരും, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതാ, ഒരു കാലം വരും മക്കളെ ഓർത്തോ,
ലോകം അസ്തമിക്കുകയില്ല. എന്റെ ഉമ്മത്തികളുടെ ഹൃദയത്തിന്റെ അന്തരത്തിൽ നിന്ന് പരിശുദ്ധ ഖുർആനിന്റെ ഓജസ്, അതിന്റെ ഉത്സാരം, അതിന്റെ നീരുറവ വറ്റിപ്പോകുന്ന ഒരു കാലം വരും. ഇതുപോലെ വസ്ത്രങ്ങൾ പഴം തുണിയായി ദ്രവിച്ചു പോകുന്നത് പോലെ എന്റെ ഉമ്മത്തികളുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ പരിശുദ്ധ ഖുർആനിന്റെ സ്ഥാനം പഴം തുണി പോലെയായി തീരും. അവർക്ക് ഇഷ്ടം ഖുർആൻ അല്ലാത്തവകളോടാണ്, ഖുർആൻ അല്ലാത്തതിനോട് അവർക്ക് ഇഷ്ടം. അതുകൊണ്ട് നമ്മുടെ മാതാപിതാക്കളെ ശ്രദ്ധിക്കണം. നിങ്ങൾ ഇന്നിരിക്കുമ്പോൾ നിങ്ങളുടെ മക്കൾ ഈ ഖുർആനിന്റെ സനദ് വാങ്ങുമ്പോൾ നിങ്ങൾ ഓർക്കണം, ലോകത്ത് ഒരു ഇൽമു പഠിച്ചവനെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ അവൻ ശ്രേഷ്ഠനാണെന്ന് പറഞ്ഞിട്ടില്ല. ഖൈറുക്കും എന്ന് അല്ലാഹുവിന്റെ റസൂൽ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഖുർആൻ പഠിച്ചവനെ കുറിച്ച് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ പറയട്ടെ, ഫിലോസഫി പഠിച്ചവനെ കുറിച്ച് പറയട്ടെ, അല്ലെങ്കിൽ MBBS പഠിച്ചവനെ കുറിച്ച് പറയട്ടെ, അല്ലെങ്കിൽ ലോകത്തെ മുഴുവനും അവൻ ശാസ്ത്രീയ വശങ്ങളെ കൊണ്ട് ഗവേഷണം നടത്തിയവനെ കുറിച്ച് പറയട്ടെ, ഒരിക്കലും പറഞ്ഞിട്ടില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ നുബുവത്തിന്റെ നാവ്, റിസാലത്തിന്റെ നാവ് കൊണ്ട് പറഞ്ഞത് നിങ്ങളിൽ ഉത്തമൻ ആരെന്നറിയോ? ഖുർആൻ പഠിപ്പിച്ചവനാണ്, ഖുർആൻ പഠിച്ചവനാണ്, അത് പഠിപ്പിക്കുന്നവനാണ്. കാരണം ഇത് അല്ലാഹുവിന്റെ നൂറാണ്, അല്ലാഹുവിന്റെ പ്രകാശമാണ്. നമ്മുടെ മക്കളെ പഠിപ്പിക്കുക. ഈ ഖുർആൻ നമ്മുടെ മക്കൾ നമ്മളോടൊപ്പം ഖുർആനിൽ ആ ഖുർആനുമായി ബന്ധം സ്ഥാപിച്ച് ഖബറിൽ വരികയും ഖബർ മുതൽ മഹ്ശർ വരെ വരികയും നമ്മുടെ കൂട്ടത്തിൽ ആ ഖബറിന്റെ ഉള്ളിൽ നമ്മെ സഹായിക്കാൻ ഈ ഖുർആൻ അല്ലാതെ മറ്റാരും കാണുകയില്ല. ഈ ഖുർആൻ ഒരു ചെറുപ്പക്കാരന്റെ വേഷത്തിൽ ഖബറിന്റെ ഉള്ളിൽ വന്നിട്ട് ആ കിടക്കുന്ന മയ്യത്തിനെ തട്ടി ഉണർത്തിയിട്ട് ചോദിക്കും, യാ ഫുലാൻ, യാ ഹൽ തഅരിഫുനി, നിനക്കെന്നെ അറിയുമോ? ഫയഖൂലു ലാ അരിഫുക, എനിക്ക് നിന്നെ അറിയില്ല. ഫയഖൂലു, അപ്പോൾ ഖുർആൻ പറയും, അനൽ ഖുർആൻ, അനൽ ഖുർആൻ അല്ലദി അസ്ഹറ ലൈലക വഅൽമ അൻഹാരക വഅംനഅക ശഹവതക മിന അത്ആമി വശറാബ്. ദുനിയാവിൽ വെച്ച് ഹറാമും ഹലാലും ഒക്കെ മനസ്സിലാക്കി ജീവിച്ചവൻ നീ ഖുർആൻ രാത്രി സമയങ്ങളിൽ ഫേസ്ബുക്ക് കളഞ്ഞിട്ട് ഇൻസ്റ്റാഗ്രാം കളഞ്ഞിട്ട് എന്നെ കണ്ണു തുറന്നിരുന്ന് ഖുർആൻ ഓതിയില്ലേ? ആ ഖുർആനാണ് ഞാൻ, ആ ഖുർആനാണ് ഞാൻ. പേടിക്കണ്ട. ഫമാ അലൈക ബഅദ മസ്അലതി മുൻകരിൻ വനകീരിൻ മിൻ ഹമ്മിൻ വലാ ഹുസ്നിൻ. മുൻകർ നകീറിന്റെ ചോദ്യത്തിന്റെ മുന്നിൽ നീ പേടിക്കണ്ട, ഞാനുണ്ട് നിന്റെ കൂടെ. ഹത്താ ഉറല്ല അനാ വ അൻത, എന്നെയും നിന്നെയും ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത് വരെ ഞാൻ നിന്റെ കൂടെ ഉണ്ടാകും, നീ പേടിക്കേണ്ട ആവശ്യമില്ല എന്ന് നമ്മളെ സഹായിക്കാൻ ഒരേ ഒരു ഗ്രന്ഥം അത് ഖുർആനാണ്. നമ്മുടെ മക്കളൊക്കെ ഇന്നുണ്ടാവില്ല. ഈ ഇരിക്കുന്ന വാപ്പാ ഉമ്മമാർക്കൊന്നും മക്കളുണ്ട്, പക്ഷെ മാഫി ഫായിദ. എവിടെ? മക്കൾ വിളിച്ചാ വരുവോ? വാപ്പാക്ക് ഖിദ്മത്തുണ്ടോ? വാപ്പ വിളിച്ചാ പള്ളിയിൽ പോവോ? ഒന്നുമില്ല. നിങ്ങളുടെ മക്കളെ കൊണ്ട് നിങ്ങൾക്ക് ദുനിയാവിലും ആഖിറത്തിലും ഗുണമുണ്ടാകണമെങ്കിൽ അൽഹംദുലില്ലാഹ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കും, ആലിമീങ്ങളാക്കി. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏറ്റവും വലിയ ഒരു അമലാണ് പരിശുദ്ധമായ ഖുർആൻ. വിശാലമായി സംസാരിക്കാനുള്ള സമയമില്ലാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് നമ്മുടെ ഈ സ്ഥാപനത്തിന് നിങ്ങൾ സഹായികളാണ്. നിങ്ങളുടെ സഹായം കൊണ്ട് അൽഹംദുലില്ലാഹ് ഇവിടെ ലാഭമല്ലാതെ ഒരു നഷ്ടവുമില്ല. നിങ്ങളുടെ കൺമുന്നിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇനിയും ധാരാളം പ്രവർത്തനങ്ങളും ധാരാളം നിർമ്മാണ പ്രവർത്തനങ്ങളും ബാക്കിയുണ്ട്. അകമഴിഞ്ഞ് നിങ്ങൾ സഹായിക്ക്, സഹകരിക്ക്, ഇതിനോടൊപ്പം ഒരുമിച്ച് നിൽക്ക്. നിങ്ങളുടെ മക്കളെ ഇങ്ങോട്ടേക്ക് പറഞ്ഞുവിട്, പഠിപ്പിക്ക്. നാളെ 2 മക്കളുടെ കൈക്ക് പിടിച്ച് സ്വർഗത്തിന്റെ ഉന്നതമായ സ്ഥലത്തേക്ക് എത്തിച്ചേരാം. അതിന് അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദുആഇന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.